മഴ പെയ്തു തോർന്നൊരു വൈകുന്നേരം. മിഠായി പൊതികളുമായി അച്ഛൻ ഇനി ഒരിക്കലും മടങ്ങി വരില്ലെന്ന് 5 വയസ്സുകാരി ഐതികയ്ക്കറിയാം. എങ്കിലും അവൾ വരാന്തയിൽ കാത്തിരുന്നു. കോഴിക്കോട് ദേശീയപാതാ നിർമ്മാണത്തിലെ അനാസ്ഥയിൽ പൊലിഞ്ഞതാണ് ഐതികയുടെ അച്ഛൻ രഞ്ജിത്തിന്റെ ജീവൻ. ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്തിയ കുഴിയിൽ വീഴുകയായിരുന്നു രഞ്ജിത്ത്. കഴിഞ്ഞ ഫെബ്രുവരി 3 രാത്രിയിലാണ് ഭക്ഷണ വിതരണത്തിനായി ബൈക്കിൽ പോകുമ്പോൾ പനാത്തും താഴം നേതാജി ജംഗ്ഷനിൽ ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കുഴിയിൽ രഞ്ജിത്ത് വീണത്. സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രഞ്ജിത്തിന്റെ കുടുംബത്തിന് ഇതുവരെ നീതി ലഭിച്ചില്ല. കരാർ കമ്പനിക്കെതിരെ നടപടിയെടുക്കുകയോ കുടുംബത്തിന് സർക്കാർ വക നഷ്ടപരിഹാരമോ ലഭിച്ചിട്ടില്ല. നിർമ്മാണ കമ്പനി നൽകിയത് 3 ലക്ഷം രൂപ മാത്രം. മുഖ്യമന്ത്രിക്കടക്കം നിവേദനം അയച്ചിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു നടപടിയുമുണ്ടായില്ല. വരുമാനമാർഗം നിലച്ചതോടെ താൽക്കാലിക ജോലി ചെയ്താണ് ഭാര്യ പ്രിയ കുടുംബം പോറ്റുന്നത്. 6 വരി പാതയാക്കുന്നതിന്റെ ഭാഗമായി ചേവരമ്പലം ഹരിതനഗർ ജംഗ്ഷനിലെടുത്ത കിടങ്ങിൽ വീണ് തങ്ങളുടെ എല്ലാമായ രഞ്ജിത്ത് മരിച്ചതിന്റെ ഉത്തരവാദികൾ എവിടെ? അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ട പോലീസ് എവിടെ? നാട്ടിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എവിടെ? ജില്ലാ ഭരണകൂടം, ദേശീയപാത അതോറിറ്റി, കരാർ ഏറ്റെടുത്ത KMC പ്രൈവറ്റ് ലിമിറ്റഡ്, സബ് കരാർ ഏറ്റെടുത്ത കാലിക്കറ്റ് എക്സ്പ്രസ് വേസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇവരെല്ലാം ഇവിടെ? രഞ്ജിത്തേട്ടന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് മുതലക്കുളം മൈതാനിയിൽ കുഞ്ഞുമായി പോയി പരാതി നൽകിയിട്ടുണ്ട് ഭാര്യ പ്രിയ. കുഞ്ഞിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ പകലും രാത്രിയും ജോലി ചെയ്ത് കടങ്ങൾ വീട്ടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ദേശീയപാത അതോറിറ്റിയുടെ കടുത്ത അനാസ്ഥ മൂലം ദുരന്തം ഈ വീട്ടിലെത്തുന്നത്. കേസന്വേഷണം കാര്യക്ഷമമായിട്ടില്ല. ചേവായൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR അപകട സ്ഥലത്തിന്റെ അതിർത്തി ഉന്നയിച്ച് മെഡിക്കൽ കോളേജ് പോലീസിലേക്കെത്തി. അവിടെ മറ്റു തിരക്കുകളുടെ കാരണം പറഞ്ഞ് ഇതുവരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചേർത്ത് പ്രതികളിലേക്ക് നിയമ നടപടി എത്തിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സമയം കിട്ടിയില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ മൂലമുള്ള മരണത്തിന് സർക്കാർ തന്നെ ആശ്വാസമേകാൻ എത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. MBA ബിരുദധാരിയായ രഞ്ജിത്തിന്റെ ഭാര്യയ്ക്ക് അർഹിക്കുന്ന സഹായം ലഭിക്കാൻ നിയമ പോരാട്ടത്തിനിറങ്ങാനുള്ള ആലോചനയിലാണ് ബന്ധുക്കളും നാട്ടുകാരും.